ഹായ് വെൽക്കം ബാക്ക് ടു ഈസി കോഡിംഗ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ നോക്കുകയാണ്. ചാപ്റ്റർ 6 ഡിസീസസ് ഓഫ് നെർവസ് സിസ്റ്റം. ഇതിന്റെ കോഡ് റേഞ്ച് വന്നിട്ട് G00 മുതൽ G99 വരെയാണ്. ഫസ്റ്റ് ഗൈഡ് ലൈൻ ഡോമിനന്റ് ഓർ നോൺ ഡോമിനന്റ് സൈഡ്. ഇപ്പോൾ കാറ്റഗറി G81 അതായത് ഹെമിപ്ലീജിയ ആൻഡ് ഹെമിപാരസിസ് അല്ലെങ്കിൽ സബ് കാറ്റഗറീസ് ആയിട്ടുള്ള G83.1 മോണോപ്ലീജിയ ഓഫ് ലോവർ ലിംബ്, G83.2 മോണോപ്ലീജിയ ഓഫ് അപ്പർ ലിംബ്, G83.3 മോണോപ്ലീജിയ അൺസ്പെസിഫൈഡ്. ഈ സബ് കാറ്റഗറീസിലൊക്കെ കോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് റൈറ്റ് ഡോമിനന്റ് സൈഡ് എഫക്റ്റഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഡോമിനന്റ് സൈഡ് എഫക്റ്റഡ്, റൈറ്റ് നോൺ ഡോമിനന്റ് സൈഡ് എഫക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഡ്സ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഗൈഡ് ലൈനിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ആംബിഡെക്സ്ട്രസ് പേഷ്യന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏത് സൈഡാണോ എഫക്റ്റ് ആവുന്നത് ആ സൈഡാണ് നമ്മൾ ഡോമിനന്റ് ആയിട്ട് എടുക്കുക. ആംബിഡെക്സ്ട്രസ് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും, ലെഫ്റ്റും റൈറ്റും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഏത് സൈഡാണോ എഫക്റ്റ് ആയിട്ടുള്ളത് ആ സൈഡാണ് നമ്മൾ ഡോമിനന്റ് ആയിട്ട് എടുക്കുക. ഇനി ഇപ്പോൾ ലെഫ്റ്റ് സൈഡാണ് എഫക്റ്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യന്റിന്റെ ആംബിഡെക്സ്ട്രസ് പേഷ്യന്റ് അല്ല, സാധാ ഒരു പേഷ്യന്റിന്റെ ഒരു ലെഫ്റ്റ് സൈഡാണ് എഫക്റ്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ആ ലെഫ്റ്റ് സൈഡ് നോൺ ഡോമിനന്റ് ആയിട്ടാണ് എടുക്കുക. ഇനി റൈറ്റ് സൈഡാണ് എഫക്റ്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് ഡോമിനന്റ് ആയിട്ടാണ് എടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹെമിപ്ലീജിയ എഫക്റ്റിംഗ് ലെഫ്റ്റ് സൈഡ് ഓഫ് ആംബിഡെക്സ്ട്രസ് പേഷ്യന്റ്. അപ്പോൾ ഇതിനകത്ത് ആംബിഡെക്സ്ട്രസ് പേഷ്യന്റ് ആണ്, രണ്ട് സൈഡും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഏത് സൈഡാണോ എഫക്റ്റ് ആവുന്നത് ആ സൈഡാണ് നമ്മൾ ഡോമിനന്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ വരിക G81.92 ആണ്. ഹെമിപ്ലീജിയ അൺസ്പെസിഫൈഡ് എഫക്റ്റിംഗ് ലെഫ്റ്റ് ഡോമിനന്റ് സൈഡ്. ഇവിടെ ലെഫ്റ്റ് സൈഡാണ് എഫക്റ്റ് ആയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡ് ഡോമിനന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ അൺനോൺ വെദർ ദ പേഷ്യന്റ് ഈസ് റൈറ്റ് ഓർ ലെഫ്റ്റ് ഹാൻഡഡ്. ഇതിനകത്ത് നമുക്ക് അറിയില്ല റൈറ്റ് ഹാൻഡഡ് ആണോ ലെഫ്റ്റ് ഹാൻഡഡ് ആണോ എന്നൊന്നും അറിയില്ല. എഫക്റ്റ് ആയിട്ടുള്ളത് റൈറ്റ് സൈഡിലാണ് എഫക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് സൈഡാണ് എഫക്റ്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് ഡോമിനന്റ് ആയിട്ടാണ് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആൻസർ വരിക G81.11 സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ എഫക്റ്റിംഗ് റൈറ്റ് ഡോമിനന്റ് സൈഡ്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പെയിൻ. G89 കാറ്റഗറിയിലുള്ള കോഡ്സ് ആണ് പെയിൻ്റെ. ഈ പെയിൻ്റെ കോഡുകൾ നമുക്ക് മറ്റ് ചാപ്റ്ററിലെ കോഡ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ വേറെ കാറ്റഗറീസിലുള്ള കോഡ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ പെയിന് അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് പെയിൻ അല്ലെങ്കിൽ പോസ്റ്റ് തൊറാക്കോട്ടോമി പെയിൻ, പോസ്റ്റ് പ്രൊസീജിയറൽ പെയിൻ, നിയോപ്ലാസം റിലേറ്റഡ് പെയിൻ അങ്ങനെയൊന്നും പെയിനിന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെയിൻ്റെ കോഡ് G89 കോഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ G89 കോഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഇഫ് ദ റീസൺ ഫോർ എൻകൗണ്ടർ ഈസ് ടു മാനേജ്മെന്റ് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ ട്രീറ്റ് ഡിസീസ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ഓർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഡിസീസ് അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ G89 കോഡ് യൂസ് ചെയ്യാൻ പാടില്ല. അത് അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷനാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പേഷ്യന്റ് വന്നിട്ടുള്ളത് പെയിൻ കൺട്രോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെയിൻ റിലീഫ്, മാനേജ്മെന്റ് ഓഫ് പെയിൻ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ G89 കോഡ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആൻ എൽഡർലി പേഷ്യന്റ് വിത്ത് ബാക്ക് പെയിൻ ഈസ് അഡ്മിറ്റഡ് ഫോർ ഔട്ട് പേഷ്യന്റ് കൈഫോപ്ലാസ്റ്റി ഫോർ ഏജ് റിലേറ്റഡ് ഓസ്റ്റിയോപതിക് കംപ്രഷൻ ഫ്രാക്ചർ അറ്റ് വെർട്ടിബ്ര T3. ഇവിടെ പേഷ്യന്റ് വന്നിട്ടുള്ളത് ഏജ് റിലേറ്റഡ് ഓസ്റ്റിയോപതിക് കംപ്രഷൻ ഫ്രാക്ചർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ മാത്രമാണ്, നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ഇവിടെ പേഷ്യന്റ് വന്നിട്ടുള്ളത് ഈ ഒരു കണ്ടീഷൻ ഏജ് റിലേറ്റഡ് ഓസ്റ്റിയോപതിക് കംപ്രഷൻ ഫ്രാക്ചർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ കോഡ് ചെയ്യേണ്ടത് അതിനാണ്. M80.08XA ആണ് കോഡ് വരാം. നമ്മൾ ഒരിക്കലും പെയിന്റെ കോഡായിട്ടുള്ള G89 കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കണ്ടീഷന് മാത്രമാണ് കോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ പെയിൻ കൺട്രോളിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ പെയിന്റെ കോഡ് കൊടുക്കണമായിരുന്നു. ഇപ്പോൾ ഇവിടെ പെയിൻ കൺട്രോളിന് വേണ്ടിയിട്ടല്ല വന്നിട്ടുള്ളത്, ഇവിടെ ആ ഒരു ഫ്രാക്ചർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ ഫ്രാക്ചറിന് മാത്രമാണ് കോഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്
കാറ്റഗറി G89 കോഡ്സ് ആസ് പ്രിൻസിപ്പൽ ഓ ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസ്. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണ് G89 കോഡ്സ് ഫസ്റ്റ് കോഡായിട്ട് ഇടേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇപ്പോൾ പെയിൻ മാനേജ്മെന്റിന് അല്ലെങ്കിൽ പെയിൻ കൺട്രോളിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് G89 കോഡാണ് യൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത് എങ്ങനെയാണ് ആ പെയിൻ ഉണ്ടായത് അത് സെക്കൻഡറി ഡയഗ്നോസിസ് ആയിട്ട് രണ്ടാമത്തെ കോഡായിട്ട് ഇടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ patient presents for steroid injection in the right elbow due to chronic pain associated with പ്രൈമറി ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ്. അപ്പോൾ ഈ കേസിൽ പേഷ്യന്റ് പെയിൻ കൺട്രോളിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രൈമറി ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ് മൂലം ഉണ്ടായിട്ടുള്ള ക്രോണിക് പെയിൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് പെയിനാണ് കോഡ് കൊടുക്കേണ്ടത്. രണ്ടാമത് ആ ഡിസീസിന് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആ ഒരു ഡിസീസിനാണ് നമ്മൾ കോഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കോഡ് വരെ G89.29 other chronic pain, then M19.021 primary osteoarthritis right elbow. ഇനിയിപ്പോൾ ഒരു പേഷ്യന്റ് വന്നിട്ടുള്ളത് ന്യൂറോ സ്റ്റിമുലേറ്റർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻ കൺട്രോളിന് വേണ്ടിയിട്ട് ന്യൂറോ സ്റ്റിമുലേറ്റർ വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് കോഡ് കൊടുക്കേണ്ടത് G89 ആണ്. പെയിൻ കോഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഒരു പേഷ്യന്റ് വന്നിട്ടുള്ളത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഒരു ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ ന്യൂറോ സ്റ്റിമുലേറ്ററും വെക്കുന്നുണ്ട് എന്ന് പറയാണ്. പെയിൻ കൺട്രോളിന് വേണ്ടിയിട്ട് ആ ഒരു സെയിം അഡ്മിഷനിൽ തന്നെ ന്യൂറോ സ്റ്റിമുലേറ്ററും വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് അണ്ടർലൈൻ കണ്ടീഷൻ. ഇവിടെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പമാണ് ആ പെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂറോ സ്റ്റിമുലേറ്റർ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് അണ്ടർലൈൻ കണ്ടീഷനാണ്. രണ്ടാമത് അപ്രോപ്രിയേറ്റ് പെയിനിന് കോഡ് ചെയ്യണം. Next, use of category G89 codes in conjunction with site-specific pain codes. അതായത് G89 കാറ്റഗറിയിലുള്ള കോഡ്സും അതുപോലെ തന്നെ സൈറ്റ് സ്പെസിഫിക് പെയിൻ കോഡ്സും നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യാറുണ്ട്. കൂടുതൽ ഇൻഫർമേഷൻസ് കോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് കോഡുകളും നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. പേഷ്യൻ്റ് ഈസ് സീൻ ടു ഇവാലുവേറ്റ് ക്രോണിക് റൈറ്റ് നീ പെയിൻ. അതായത് കുറേ നാളായിട്ടുള്ള റൈറ്റ് നീ പെയിൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പേഷ്യൻ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ M25.561 pain in right knee and G89.29 other chronic pain. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചിട്ടുണ്ട് പെയിൻ മാനേജ്മെന്റിനാണെങ്കിലാണ് നമ്മൾ അല്ലെങ്കിൽ പെയിൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലാണ് നമ്മൾ G89 കോഡ് ഫസ്റ്റ് കൊടുക്കുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ പെയിൻ എന്താണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം എടുക്കുക M25.561 ആണ് പെയിൻ ഇൻ റൈറ്റ് നീ. അപ്പോൾ ഈ ഒരൊറ്റ കോഡിൽ തന്നെ നമുക്ക് ഫുൾ ഇൻഫോർമേഷൻസും കോഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതിനകത്ത് അക്യൂട്ട് ആണോ ക്രോണിക് ആണോ എന്നുള്ളത് ഈ കോഡിൽ പറയുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത് G89 കാറ്റഗറിയിൽ നിന്നും കൂടെ കോഡ് എടുക്കും. G89.29 അപ്പോൾ അതർ ക്രോണിക് പെയിൻ. അപ്പോൾ ആ ക്രോണിക് പെയിൻ ആണ് എന്നുള്ള ഇൻഫോർമേഷനും കൂടെ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഗൈഡ് ലൈനിൽ പറയുന്നത്. ഈ രണ്ട് കോഡുകളും നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുക. ഈ ഫുൾ ഇൻഫോർമേഷൻസ് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റ് സ്പെസിഫിക് കോഡും സൈറ്റ് സ്പെസിഫിക് പെയിൻ കോഡും അതുപോലെ തന്നെ G89 കാറ്റഗറിയിലുള്ള കോഡും ഒരുമിച്ച് യൂസ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് സീക്വൻസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. G89 കോഡ്സ് എപ്പോഴാണ് ആദ്യം വരിക, അതുപോലെ തന്നെ സൈറ്റ് സ്പെസിഫിക് പെയിൻ കോഡാണ് എപ്പോഴാണ് ആദ്യം വരിക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഒരു പേഷ്യൻ്റ് വന്നിട്ടുള്ളത് പെയിൻ കൺട്രോളിനോ അല്ലെങ്കിൽ പെയിൻ മാനേജ്മെൻറ്റിനോ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പോലെ തന്നെ ഫസ്റ്റ് കോഡ് ചെയ്യുക G89 കാറ്റഗറിയിൽ നിന്നാണ്. രണ്ടാമത് സ്പെസിഫിക് സൈറ്റ് ഓഫ് പെയിൻ ആണ് കോഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് ട്രോമാറ്റിക് ലെഫ്റ്റ് ഷോൾഡർ പെയിൻ. ഇവിടെ പേഷ്യൻ്റ് വന്നിട്ടുള്ളത് പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. ലെഫ്റ്റ് ഷോൾഡറിലുള്ള പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് പേഷ്യൻ്റ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം എന്ത് G89 കാറ്റഗറിയിൽ നിന്നാണ് കോഡ് എടുക്കുക, പിന്നെയാണ് ഏത് സൈറ്റിലാണ് പെയിൻ എന്നുള്ളത് കോഡ് ചെയ്യുക. അപ്പോൾ ആൻസർ വരിക G89.11 അക്യൂട്ട് പെയിൻ ഡ്യൂ ടു ട്രോമ, ദെൻ M25.512 പെയിൻ ഇൻ ലെഫ്റ്റ് ഷോൾഡർ. ഇങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്.
ഇനിയിപ്പോൾ പേഷ്യൻ്റ് വന്നിട്ടുള്ളത് പെയിൻ കൺട്രോളിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെയിൻ മാനേജ്മെൻറ്റിനോ വേണ്ടിയിട്ടല്ല, എന്നാൽ ആ ഡോക്ടർ കറക്റ്റായിട്ട് അസുഖം കൺഫേം ചെയ്തിട്ടുമില്ല എന്നുണ്ടെങ്കിൽ, ആ പെയിൻ എന്തുകൊണ്ടാണ് എന്നുള്ളത് കറക്റ്റായിട്ട് കൺഫേം ചെയ്തിട്ടുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യുക ആ സൈറ്റിനാണ്, സൈറ്റ് ഓഫ് പെയിൻ ആണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യുക. രണ്ടാമത് G89 കാറ്റഗറിയിൽ നിന്ന് കോഡ് എടുക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ടെസ്റ്റ് ആർ പെർഫോംഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ സോഴ്സ് ഓഫ് ദ പേഷ്യൻസ് ക്രോണിക് എപ്പിഗാസ്ട്രിക് അബ്ഡോമിനൽ പെയിൻ. ഇവിടെ പേഷ്യന്റ് വന്നിട്ടുള്ളത് എപ്പിഗാസ്ട്രിക് റീജിയണിൽ, അബ്ഡോമിനിൽ എപ്പിഗാസ്ട്രിക് റീജിയണിൽ പെയിൻ ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പേഷ്യന്റ് വന്നിട്ടുള്ളത്. കുറേ നാളായിട്ടുള്ള എപ്പിഗാസ്ട്രിക് പെയിൻ എന്തുകൊണ്ടാണ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഷ്യന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യുക. അപ്പോൾ ആ എപ്പിഗാസ്ട്രിക് പെയിൻ എന്തുകൊണ്ടാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ആ പെയിനാണ് നമ്മൾ ആ സൈറ്റ് ഓഫ് പെയിനാണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യുക. R10.13 എപ്പിഗാസ്ട്രിക് പെയിൻ. രണ്ടാമത് G89.29 അതർ ക്രോണിക് പെയിൻ. നെക്സ്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ. പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പെയിൻ അക്യൂട്ട് ആണോ ക്രോണിക് ആണോ എന്ന് സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അക്യൂട്ട് പെയിൻ കോഡാണ് എടുക്കുക. ഇത് ശ്രദ്ധിച്ചോളൂ, ഇത് എനിക്ക് എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഈ ഗൈഡ് ലൈൻ അപ്ലൈ ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്യൂട്ട് ആണോ ക്രോണിക് ആണോ എന്ന് പെയിൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അക്യൂട്ട് പെയിൻ കോഡാണ് എടുക്കുക. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് പെയിൻ മാത്രം കോഡ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഒരു ഓപ്പറേഷനോ ഒരു സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു പെയിൻ ഉണ്ടാവും. അതൊരു എക്സ്പെക്റ്റഡ് പെയിൻ ആണ്. ആ എക്സ്പെക്റ്റഡ് പെയിനെ നമ്മൾ കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെയിൻ വരികയാണെങ്കിൽ മാത്രം നമ്മൾ കോഡ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ നോട്ട് അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ കോഡ് G89 കാറ്റഗറിയിൽ നിന്ന് എടുക്കണം. ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണ്, അതായത് ഇപ്പോൾ പെയിൻഫുൾ വയർ സ്യൂച്ചേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചാപ്റ്റർ 19 അതായത് ഇഞ്ചുറി, പോയ്സണിങ് ആൻഡ് സെർട്ടൈൻ അതർ കോൺസിക്വൻസസ് ഓഫ് എക്സ്റ്റേണൽ കോസസ് എന്ന ചാപ്റ്ററിലെ കോഡ്സ് ആണ് നമ്മൾ ആദ്യം ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ G89 കാറ്റഗറിയിൽ നിന്ന് അക്യൂട്ട് ആണോ ക്രോണിക് പെയിൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് G89 കാറ്റഗറിയിൽ നിന്ന് G89.18 അല്ലെങ്കിൽ G89.28 കോഡ്സ് യൂസ് ചെയ്യും. G89.18 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതർ അക്യൂട്ട് പോസ്റ്റ് പ്രൊസീജിയറൽ പെയിൻ ഉള്ള കോഡാണ്. അതുപോലെ തന്നെ G89.28 ആണെന്നുണ്ടെങ്കിൽ അതർ ക്രോണിക് പോസ്റ്റ് പ്രൊസീജിയറൽ പെയിൻ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കോഡ് എടുക്കും. നെക്സ്റ്റ് ക്രോണിക് പെയിൻ. സബ് കാറ്റഗറി G89.2 നിന്നാണ് ക്രോണിക് പെയിനിന് കോഡ് ചെയ്യുക. ഈ ക്രോണിക് പെയിനിന് പ്രത്യേകം ഒരു ടൈം പീരീഡ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ക്രോണിക് പെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ കാലമായിട്ടുള്ള പെയിനെയാണ് നമ്മൾ ക്രോണിക് പെയിൻ എന്ന് പറയുക. അത് ഡോക്ടർ എന്താണോ പറഞ്ഞിട്ടുള്ളത്, ആ ഡോക്യുമെന്റേഷനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ക്രോണിക് പെയിൻ കോഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, നിയോപ്ലാസം റിലേറ്റഡ് പെയിൻ. നിയോപ്ലാസം റിലേറ്റഡ് പെയിനുള്ള കോഡ് G89.3 ആണ്. ഈ കോഡ് തന്നെയാണ് അക്യൂട്ട് പെയിൻ ആണെങ്കിലും ക്രോണിക് പെയിൻ ആണെങ്കിലും നിയോപ്ലാസം റിലേറ്റഡ് പെയിൻ ആണെന്നുണ്ടെങ്കിൽ G89.3 ഈ ഒരൊറ്റ കോഡേ ഉള്ളൂ. ഇനി ഈ കോഡ് ഫസ്റ്റ് ലിസ്റ്റഡ് കോഡായിട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കോഡായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു പേഷ്യന്റ് വന്നിട്ടുള്ളത് പെയിൻ കൺട്രോളിനോ അല്ലെങ്കിൽ പെയിൻ മാനേജ്മെന്റിനോ വേണ്ടിയിട്ടാണ്. ഈ നിയോപ്ലാസം റിലേറ്റഡ് പെയിൻ മാനേജ്മെന്റിനോ പെയിൻ കൺട്രോളിനോ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് G89.3 കോഡ് ഇടും. രണ്ടാമതാണ് നമ്മൾ നിയോപ്ലാസത്തിന് കോഡ് ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. പേഷ്യന്റ് റിഫേർഡ് ടുഡേ ഫോർ പെയിൻ മാനേജ്മെന്റ് ഡ്യൂ ടു അക്യൂട്ട് പെയിൻ റിലേറ്റഡ് ടു മാലിഗ്നൻസി ഓഫ് ദ റൈറ്റ് ബ്രസ്റ്റ്. അപ്പോൾ ഇവിടെ പേഷ്യന്റ് വന്നിട്ടുള്ളത് പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്, മാലിഗ്നൻസിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ പേഷ്യന്റ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം കോഡ് ചെയ്യേണ്ടത് G89.3 ആണ് നിയോപ്ലാസം റിലേറ്റഡ് പെയിന്. രണ്ടാമതാണ് നമ്മൾ മാലിഗ്നൻസിക്ക് കോഡ് ചെയ്യേണ്ടത് C50.911 മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ്
unspecified site of right female breast. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പേഷ്യന്റ് വന്നിട്ടുള്ളത് നിയോപ്ലാസം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെയിനും ഉണ്ട് എന്ന് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്, നിയോപ്ലാസം റിലേറ്റഡ് പെയിൻ ഉണ്ട് എന്ന് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പേഷ്യന്റ് വന്നിട്ടുള്ളത് നിയോപ്ലാസം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ G89.3 അഡീഷണൽ ഡയഗ്നോസിസ് ആയിട്ടാണ് കോഡ് ചെയ്യുക. ആദ്യം ആ മാലിഗ്നൻസിക്കാണ് കോഡ് ചെയ്യുക, പിന്നെയാണ് നമ്മൾ G89.3 കോഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. Patient with lung cancer presents with acute hip pain and is evaluated and found to have iliac bone metastasis. ഈ കേസിൽ ലങ് ക്യാൻസർ ഉള്ള ഒരു പേഷ്യന്റ് ഇപ്പോൾ ഹിപ്പ് പെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹിപ്പ് പെയിൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ അത് ഇലിയാക് ബോൺ മെറ്റാസ്റ്റാസിസ് ആണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഇലിയാക് ബോൺ ക്യാൻസർ ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ സെക്കൻഡറി മാലിഗ്നൻസിക്ക്, അതായത് C79.51 സെക്കൻഡറി മാലിഗ്നൻ നിയോപ്ലാസം ഓഫ് ബോൺ. രണ്ടാമത് കോഡ് ചെയ്യേണ്ടത് പ്രൈമറി മാലിഗ്നൻസിക്ക് C34.90 മാലിഗ്നൻ നിയോപ്ലാസം ഓഫ് അൺസ്പെസിഫൈഡ് പാർട്ട് ഓഫ് അൺസ്പെസിഫൈഡ് ബ്രോങ്കസ് ഓഫ് ലങ്. മൂന്നാമത് ആണ് നമ്മൾ അഡീഷണൽ ഡയഗ്നോസിസ് ആയിട്ടാണ് നമ്മൾ ഈ പെയിൻ ഹിപ്പ് പെയിൻ്റെ കാര്യം, അതായത് നിയോപ്ലാസം റിലേറ്റഡ് പെയിന് കോഡ് ചെയ്യേണ്ടത് G89.3 നിയോപ്ലാസം റിലേറ്റഡ് പെയിൻ. ഇങ്ങനെയാണ് കോഡ് ചെയ്യേണ്ട ഓർഡർ. ലാസ്റ്റ് ഗൈഡ് ലൈൻ ക്രോണിക് പെയിൻ സിൻഡ്രം. ക്രോണിക് പെയിൻ സിൻഡ്രത്തിന്റെ കോഡ് വരെ G89.4 ആണ്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ക്രോണിക് പെയിനുമായിട്ട് ഒരു റിലേഷനും ഇല്ല. നമുക്കറിയാം ക്രോണിക് പെയിനിന്റെ കോഡ് G89.2 സബ് കാറ്റഗറി എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ക്രോണിക് പെയിൻ സിൻഡ്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളുടെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് തന്നിട്ടുള്ളത് അതനുസരിച്ചിട്ടാണ് കോഡ് എടുക്കേണ്ടത്. ക്രോണിക് പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു G89.4 കോഡ് എടുക്കരുത്. ക്രോണിക് പെയിൻ സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ G89.4 കോഡ് എടുക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.